നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. വൈക്കിംഗ് സീസൺ 3യുടെ തുടർച്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ റാഗ്നർ വെക്സസിൽ നിന്ന് തിരിച്ച് കാത്തഘട്ടിലേക്ക് വന്നതിന് ശേഷം കിങ് എഗ്ബത്ത് അദ്ദേഹത്തിൻ്റെ രാജതന്ത്രം കാണിക്കും. വെക്സസിൽ കൃഷി ചെയ്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന വൈക്കിംഗ് ജനങ്ങളെ എല്ലാവരെയും മോൻ ആത്തൽവുൾഫിനെ വെച്ച് പച്ചയ്ക്ക് കൊന്നൊടുക്കും. പിന്നെ ഹിഡേബിയിൽ ലഗാത്തയുടെ ഏളെന്നുള്ള പദവി പോയി. ഇപ്പോൾ കാൽഫാണ് ഹിഡേബിയുടെ ഏള്. ഇതിനുശേഷം ഇനി കിങ് റാഗ്നർ അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. വൈക്കിംഗ് സീസൺ 3 എപ്പിസോഡ് 6 ബോൺ അഗെയിൻ. തുടക്കത്തിൽ തന്നെ ആത്തലിസ്റ്റ് റാഗ്നറിന് പാരീസിലേക്ക് പോകാനുള്ള മാപ്പൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കും. സെയിൻ എന്ന് പറയുന്നൊരു നദി പാരീസിനെ ചുറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ആരംഭം എവിടെയാണെന്ന് എനിക്കറിയില്ല. എവിടെയാണ് ആ ദ്വീപുള്ളത്? പാരീസ്. ഇതിന് ചുറ്റും ഇങ്ങനെ വലിയ വലിയ കോട്ടമതിലുകൾ, കുറേ ഗോപുരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റാഗ്നർ എങ്ങനെയാണ് അപ്പോൾ അവിടെയുള്ള ജനങ്ങൾ അകത്തേക്ക് പോകുന്നത്? അവിടെ ഒരു പാലമുണ്ട്. ആ പാലം വഴി മാത്രമേ അകത്തേക്ക് പോകാനും പുറത്തേക്ക് വരാനും കഴിയൂ. അവിടെയും കുറേ ശക്തരായിട്ടുള്ള സൈനികരൊക്കെ ഉണ്ട്. അവരുടെ കയ്യിൽ ആയുധങ്ങൾ എന്തൊക്കെയുണ്ട്. അപ്പോൾ ഞാനൊരു സന്യാസിയായത് കാരണം കൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധിച്ചില്ല. ശരി, അപ്പോൾ നിനക്ക് ഇപ്പം എന്താ തോന്നുന്നത്? അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ദൂരത്തിൽ നിന്ന് ഫ്ലോക്കി കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആത്തലിസ്റ്റിന് ഇങ്ങനെ ദേഷ്യത്തോടുകൂടി ഇങ്ങനെ നോക്കുകയാണ്. ഇവിടെ പൂർവ്വനാണെങ്കിൽ പ്രസവ വേദനയിൽ ഇങ്ങനെ വേദനിച്ച് കരനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞതും ഒരു പെൺകുട്ടിയെ പ്രസവിക്കും. ഈ കാര്യം അറിഞ്ഞതും കാത്തഘട്ട് വിട്ടു പോയ ലഗാത്ത തിരിച്ചു വരും. ഇപ്പോൾ ബിയാൻ അങ്ങനെ ആ കുഞ്ഞിനെ എടുത്തിട്ട് ഞാനൊരു അച്ഛനായി. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഭംഗിയുള്ള സുന്ദരി കുഞ്ഞുവാവ അത് ഇവളാണ്. അപ്പോൾ ലഗാത്ത അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സുന്ദരി കുഞ്ഞുവാവയ്ക്ക് നീ ഒരു പേരിട്, നമുക്ക് ഇവളെ സിഗി എന്ന് വിളിക്കാം. ഇപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും നല്ല സന്തോഷമാവും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിഗിയാണ് അവളുടെ ജീവൻ കൊടുത്ത് റാഗ്നറിൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചത്. പിന്നെ അതിനുശേഷം ആത്തലിസ്റ്റിന് വരച്ചിട്ട് പോയ ആ മാപ്പൊക്കെ ഇങ്ങനെ റോളോ ഇങ്ങനെ നോക്കിയിട്ട് പോകും. അതേ ദിവസം രാത്രിയിൽ തന്നെ റാഗ്നർ ആസ്ലോഗിനോട്, നീ എൻ്റെ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഹർബാഡായിട്ട് സെക്സ് ചെയ്താൽ പോലും എനിക്ക് കുഴപ്പമില്ല, നീ എൻ്റെ പിള്ളേരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞതും ആസ്ലോഗിനെ ദേഷ്യമെന്ന് റാഗ്നറിൻ്റെ മുഖത്ത് തന്നെ നല്ല തല്ലുവല്ലും. അത് കാരണം കൊണ്ട് റാഗ്നറിന് ഇന്ന് ആസ്ലോഗിൻ്റെ കൂടെ കട്ടിലിൽ കിടക്കാനായിട്ട് പറ്റില്ല. അദ്ദേഹത്തെ പുറത്താക്കി. ഇപ്പോൾ ഫ്ലോക്കി പെട്ടെന്ന് റാഗ്നർ എന്ന് പറഞ്ഞ ഒരു വയസ്സായ ആളെയും കൂട്ടിയിട്ട് ഇങ്ങനെ വരും. ഈ വയസ്സായ ആൾ വെക്സസിലേക്ക് കൃഷി ചെയ്ത് താമസം മാറിയ ആളാണ്. ഇപ്പം അദ്ദേഹം പറയും, ഒരു ദിവസം കിങ് എഗ്ബത്തിൻ്റെ മോൻ ആത്തൽവുൾഫ് കുറേ പ്രഭുക്കന്മാരും സൈനികരുമായിട്ട് നമ്മുടെ കൃഷിഭൂമിയിലേക്ക് വന്നു. നമ്മുടെ ആളുകളെല്ലാവരെയും കൊന്നു. കൃഷിയിടം എല്ലാം കത്തിച്ച് കളഞ്ഞു. എല്ലാം പോയി റാഗ്നർ. നമ്മുടെ ആളുകളെല്ലാവരെയും അവർ പച്ചയ്ക്ക് കത്തിച്ചു. ഭാര്യമാരെയും ചെറിയ കുട്ടികളെയും എല്ലാവരെയും അവർ ഒന്നും നോക്കാതെ കൊന്നു തള്ളി. ചുരുക്കം ചിലർ മാത്രം രക്ഷപ്പെട്ടു. ഞങ്ങളൊരു കപ്പൽ മോഷ്ടിച്ച് ഗോത്താലാൻഡ് വരെ എത്തി. ഗോത്താലാൻഡ് എത്തിയപ്പോഴേക്കും ആ കപ്പൽ അങ്ങനെ മഞ്ഞിൽ മുങ്ങിപ്പോയി. എല്ലാവരും മരിച്ചു. ഇപ്പോൾ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ പറയും. ഇപ്പോൾ ഇത് കേൾക്കുന്ന റാഗ്നറിനാണെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് സങ്കടം വരും. അപ്പോൾ ഫ്ലോക്കി, ഇപ്പോൾ മനസ്സിലായോ റാഗ്നർ, ഈ യാത്ര തുടക്കത്തിൽ തന്നെ പരാജയമായിരുന്നു. നമ്മൾ ദൈവത്തെ അവഗണിച്ചു. ഇപ്പോൾ അവർ നമ്മുടെ കർഷകർക്ക് സംരക്ഷണം കൊടുക്കുന്നതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. ഇതിനാരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് റാഗ്നർ? അപ്പോൾ റാഗ്നർ ദേഷ്യത്തിൽ, എന്നെ വിശ്വസിക്കൂ ഫ്ലോക്കി, ഇതിന് ആത്തൽവുൾഫും അവൻ്റെ തന്തയും മറുപടി പറയേണ്ടി വരും, എന്നോടും പിന്നെ ദൈവത്തോടും. അപ്പോൾ ആത്തലിസ്റ്റിൻ്റെ കാര്യമോ? ആത്തലിസ്റ്റിനോ? എന്ത് ആത്തലിസ്റ്റൻ? അപ്പോൾ ഫ്ലോക്കി, ആത്തലിസ്റ്റിൻ്റെ വാക്കുകളാണ് നമ്മളെ എഗ്ബത്തിൻ്റെയും ക്രിസ്ത്യാനികളുടെ വാക്കുകളെ വിശ്വസിക്കാനായി പ്രേരിപ്പിച്ചത്. അവനാണ് അവർക്ക് നല്ല ഉദ്ദേശമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മളെ പറഞ്ഞു വിശ്വസിപ്പിച്ചത്. ഇനിയെങ്കിലും സത്യം മനസ്സിലാക്കണം റാഗ്നർ, ഇതെല്ലാം ഒരു കെണിയായിരുന്നു. ഇതിൽ ആത്തലിസ്റ്റിനെ കുറ്റപ്പെടുത്തേണ്ട ഫ്ലോക്കി, ഇതിനെല്ലാത്തിനും കാരണം ഞാനാണെന്ന് നിനക്കും അറിയാം. ദൈവങ്ങൾ പറയുന്നത് എന്താണെന്ന് അറിയാനായി ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കൂ റാഗ്നർ എന്ന് പറഞ്ഞിട്ട് ഫ്ലോക്കി അങ്ങനെ പോകും. ഇപ്പോൾ റാഗ്നറിനാണെങ്കിൽ അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് തന്നെ ഒന്നും തന്നെ അറിയുന്നില്ല. ഇതെല്ലാം തൻ്റെ സ്വയം തെറ്റാണെന്ന് എങ്ങനെ മനസ്സിലാക്കും. ഇപ്പോൾ അവിടെയുള്ള ആ വയസ്സായ ആളുടെ അടുത്ത് ചോദിക്കും, ഇത് നിങ്ങൾ വേറെ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞോ? ഇല്ല, ഞാൻ വേറെ ആരോടും ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് റാഗ്നർ ആ വയസ്സായ ആളുടെ അടുത്ത്, ഞാൻ നിങ്ങളുടെ കുടുംബത്തൊപ്പം ചേർക്കാമെന്ന് പറഞ്ഞ് റാഗ്നർ ആ വയസ്സായ ആളുടെ കഴുത്തിൽ പിടിച്ച് അങ്ങനെ നെരുക്കിയിട്ട് അദ്ദേഹത്തെ അങ്ങനെ കൊല്ലും. റാഗ്നർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ കാര്യം പുറത്താരെങ്കിലുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ റാഗ്നറിൻ്റെ ഒരു വലിയൊരു പ്രശ്നമാവും. അത് കാരണം കൊണ്ടാണ്. ആത്തലിസ്റ്റിന് വീട്ടിലിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഇപ്പോൾ ആത്തലിസ്റ്റിൻ്റെ വീട്ടിലൊരു ചെറിയ ഓട്ടയിലൂടെ ഇങ്ങനെ ഒരു വെളിച്ചം വരും. ആത്തലിസ്റ്റിനോ ആ വെളിച്ചം എന്താണെന്ന് പറഞ്ഞ് നോക്കിയത് ആത്തലിസ്റ്റിനെ പെട്ടെന്ന് ആരോ അദ്ദേഹത്തെ ഇങ്ങനെ തൂക്കി എറിയുന്നത് പോലെ ഇങ്ങനെ തോന്നും. ആത്തലിസ്റ്റിനും ഇങ്ങനെ ജീസസ് ക്രിസ്റ്റ് ഇങ്ങനെ കിടക്കുന്നത് പോലെ, ഇങ്ങനെ കുരിശിൽ തളച്ച് കിടക്കുന്നത് പോലെ ഇങ്ങനെ കിടക്കും. എവിടെ വെക്സസിൽ ഇതേ സമയത്ത് ജൂഡിറ്റിൻ്റെ ഒരു ആൺകുഞ്ഞ് ജനിക്കും. ഇപ്പോൾ ലോർഡ് ആത്തൽവുൾഫ് നല്ല ദേഷ്യത്തിൽ വന്ന ജൂഡിറ്റിനോട്, നിനക്ക് ആൺകുട്ടിയാണ്, അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ട് പോകും. അവൻ പോയതും പിന്നാലെ തന്നെ ഒരു മൊട്ടത്തലയിൽ വന്ന് ജൂഡിറ്റിനെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും. ജൂഡിറ്റിനെ ഇങ്ങനെ പുറത്തിങ്ങനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ പൊതുജനങ്ങളൊക്കെ നിറയെ പേരുണ്ട്. അവരിങ്ങനെ ജൂഡിറ്റിൻ്റെ മേലെ പച്ചക്കറികളൊക്കെ, കേടുവന്ന പച്ചക്കറികൾ, മുട്ടക്കൂസ്, തക്കാളി ഇതൊക്കെ എടുത്ത് ജൂഡിറ്റിൻ്റെ മേലെ ഇങ്ങനെ എറിയും. അതായത് ജൂഡിറ്റ് വേറെ ആരുടെയോ കൂടിയോ അവഹിതത്തിലായിരുന്നു എന്ന് നാട് മൊത്തം അറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും ഈ കാര്യം അറിയാം. ഇപ്പോൾ അതിന് ശിക്ഷയായിട്ട് ഇങ്ങനെ ജൂഡിറ്റിനെ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു തടിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കെട്ടിയിടും. ഇപ്പോൾ അവളിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കരയും. ഇപ്പോൾ ജൂഡിറ്റ് ഇങ്ങനെ പറയും, ആത്തൽവുൾഫ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ദയവ് ചെയ്ത് എന്നോട് കരുണ കാണിക്കൂ, എന്നെ വെറുതെ വിടൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞ് കെഞ്ചും.
അപ്പോൾ അവിടെയുള്ള ബിഷപ്പ്, ജൂഡിറ്റ്, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ വഞ്ചിച്ച് വേറൊരാളുമായിട്ട് അവിഹിതത്തിൽ ഏർപ്പെട്ടെന്ന് തെളിയപ്പെട്ടിരിക്കുന്നു. കുറ്റം സമ്മതിക്കാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു. എന്നാലും വിശുദ്ധ ബൈബിൾ പ്രകാരം ശിക്ഷ നടപ്പിലാക്കിയേ മതിയാവൂ. നിങ്ങളുടെ ചെവിയും മൂക്കും മുറിച്ച് മാറ്റപ്പെടും. ബൈബിൾ പ്രകാരം നിങ്ങളുടെ കുറ്റകൃത്യം യഥാർത്ഥവും സത്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയുള്ള ശിക്ഷയാണിതെന്ന് പറയും. ഇപ്പോൾ ജൂഡിറ്റ് കരഞ്ഞിട്ട്, ജീസസ് ക്രിസ്റ്റ് ഒരിക്കലും ഇത്തരം ക്രൂരതയായിട്ട് വിധിച്ചിട്ടില്ല, ദയവ് ചെയ്ത് ഏത്തൽ വുൾഫ് അച്ഛ എന്നെ വെറുതെ വിടൂ എന്ന് പറഞ്ഞിങ്ങനെ കരഞ്ഞ് കെഞ്ചി ചോദിക്കും. ഇപ്പോൾ അവിടെയുള്ള ഒരുത്തൻ ജൂഡിറ്റിൻ്റെ ചെവി മുറിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും. അപ്പം കിങ് എബത്ത് നിർത്തൂ എന്ന് പറയും. ഇപ്പോൾ അദ്ദേഹം ജൂഡിറ്റിനോട് ചോദിക്കും, ദയവ് ചെയ്ത് നിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് പറയും, അല്ലെങ്കിൽ ഇവർ ഈ ക്രൂരത ചെയ്യുമെന്ന് പറയും. അപ്പോൾ ജൂഡിറ്റ് ഞാൻ പറയില്ല എന്ന് പറഞ്ഞിങ്ങനെ കത്തും. അപ്പം തന്നെ ജൂഡിറ്റിൻ്റെ ഒരു ചെവി ഇങ്ങനെ അറുത്തെടുക്കും. അവളും ഇങ്ങനെ വേദനയിൽ ഇങ്ങനെ നന്നായിട്ട് കത്തും. ഈ സീനൊക്കെ ഭയങ്കര ക്രൂരമായിട്ടുള്ള സീനാണ്. പിന്നെയും വേറൊരു ചെവിയും കൂടി ഇങ്ങനെ അറുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അപ്പോൾ ജൂഡിറ്റ്, ആത്തലിസ്റ്റിനാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ കത്തും. ഇപ്പോൾ ഇത് കേട്ടതും ഏത്തൽ വുൾഫിനാണെങ്കിൽ ഒരേ നെട്ടലും ദേഷ്യവും. കിങ് എഗ്ബത്തിനാണെങ്കിൽ അങ്ങനെ നെട്ടലൊന്നുമില്ല. അദ്ദേഹത്തിന് ഇതെല്ലാം മുൻകൂറായിട്ട് തന്നെ അറിയാമല്ലോ. അദ്ദേഹം ഇങ്ങനെ കഥയെ മാറ്റും. ഏത്തൽ വുൾഫിനെ ഇങ്ങനെ സമാധാനപ്പെടുത്തും. ആത്തലിസ്റ്റ് നല്ല പുണ്യവാനാണ്. ദൈവത്തിനും അവനും തമ്മിലുള്ള ബന്ധം എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ദൈവം തന്നെ നമുക്ക് ദൈവത്തിൻ്റെ കുഞ്ഞിനെ നേരിട്ട് തന്നിരിക്കുകയാണ്. ഇതൊരു വരവാണ്, ഇതൊരു ശാപമൊന്നുമല്ല എന്ന് പറഞ്ഞ് ജൂഡിറ്റിൻ്റെ കുഞ്ഞിനെ എല്ലാവരും ആൽഫ്രണ്ട് എന്ന് വിളിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പേരൊക്കെ വയ്ക്കും. എവിടെ കാത്തകെട്ടിലുള്ള ആത്തലിസ്റ്റിനാണെങ്കിൽ എന്തോ ഒരു വ്യത്യാസമായിട്ടുള്ളൊരു ഉണർവ് വരും. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കും, പ്രൈസ് ദ ലോർഡ്, ഞാൻ നിങ്ങളോടൊരു സൂചന ചോദിച്ചു, നിങ്ങൾ അതെനിക്ക് തന്നു, എൻ്റെ പ്രാർത്ഥന നിങ്ങൾ കേട്ടു. ഞാനൊരു അന്ധതയിലായിരുന്നു ഇത്രയും കാലം, പക്ഷേ എനിക്കിപ്പോൾ കാണാം, ഞാൻ മരിച്ചു, പക്ഷേ ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തകെട്ടിലുള്ള ഒരു നദിയിലേക്ക് ഇങ്ങനെ പോകും. ആത്തലിസ്റ്റിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ആംബറിങ് ഉണ്ടാവും. ആ ആംബറിങ് ഇങ്ങനെ ആത്തലിസ്റ്റിൻ അഴിച്ചിട്ട് ആ നദിയിൽ അങ്ങനെ ദൂരെ ഇങ്ങനെ വലിച്ചെറിയും. ഇപ്പം ആത്തലിസ്റ്റിൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിസമാണ് ഇനിമേൽ പിന്തുടരാൻ പോവാണ് എന്ന് പറഞ്ഞ് ഇതെല്ലാം ദൂരത്തിൽ നിന്ന് ഫ്ലോക്കി ഇങ്ങനെ കാണും. പാത്തലിസ്റ്റ് നല്ല സന്തോഷത്തിൽ ഇങ്ങനെ റാഗ്നറുടെ അടുത്ത് ഓടി വന്നിട്ട്, ലോർഡ് എൻ്റെ മുന്നിൽ വന്നു എന്ന് പറയും. എന്ത് ലോർഡ്? ഓ, നിങ്ങളുടെ ദൈവമോ? അതെ, അദ്ദേഹത്തെ കാണാൻ എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു. അദ്ദേഹം വന്നത് വെളിച്ചത്തിൻ്റെ രൂപത്തിലായിരുന്നു. അപ്പം നീ അദ്ദേഹത്തോട് സംസാരിച്ചോ? ഇല്ല, അദ്ദേഹത്തിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഞാനിപ്പോൾ പിന്നെയും ജനിച്ചിരിക്കുന്നു. എന്ത്, നീ വീണ്ടും ജനിച്ചിരിക്കുന്നു? എന്തെങ്ങനെ, ഒരു ചെറിയ കുട്ടിയായിട്ടാണോ? അല്ല, ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, ഞാനിപ്പോഴൊരു പുതിയ മനുഷ്യനാണ്. ഇനി മുതൽ ഞാൻ ക്രിസ്ത്യാനിയായിട്ട് തന്നെ ഇരിക്കാൻ പോവാണ്. എനിക്ക് നിങ്ങളുടെ ദൈവങ്ങളുടെ അറിവ് അംഗീകരിക്കാനായിട്ട് കഴിയില്ല. ഞാൻ കാത്തകെട്ട് തന്നെ വിട്ട് പോകാമെന്ന് നിൽക്കുകയാണെന്ന് പറഞ്ഞതും, അപ്പോൾ റാഗ്നർ, നീ എന്തായി പറഞ്ഞത്? നിനക്കങ്ങനെ എന്നെ വിട്ട് പോകാൻ കഴിയുമോ? നീ അങ്ങനെ എന്നെ വിട്ട് പോകുമോ? എനിക്കിവിടെ നിന്നെ മാത്രമാണ് നല്ല ഇഷ്ടം. നീ ഇവിടെ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവണം. ഞാനിവിടെ നിന്നെ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. നിൻ്റെ ദൈവം ആരാണെന്ന് നീ കണ്ടെത്തിയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇതിൻ്റെ പേരിൽ നിന്നെ ആരും തൊടില്ല. ഞാൻ നിന്നെ സംരക്ഷിക്കാം. അപ്പം ആത്തലിസ്റ്റൻ, ഞാൻ എവിടേക്ക് പോകുന്നു എന്നുള്ളതല്ല പ്രധാനം, നിങ്ങൾ എവിടേക്ക് പോകുന്നു എന്നതാണ് പ്രധാനം എന്ന് പറയും. റാഗ്നർ ഇത്രയും വിശ്വാസത്തോടു കൂടി പറയുന്നത് കാരണം കൊണ്ട് ആത്തലിസ്റ്റൻ ഇവിടെ കാത്തകെട്ടിൽ തന്നെ നിൽക്കും. ഇപ്പോൾ ഫ്ലോക്കി കപ്പലുകളൊന്നും നിർമ്മിക്കാതെ ഇങ്ങനെ സങ്കടത്തിലിരിക്കും. അപ്പോൾ ബിയാൻ, ഫ്ലോക്കി, എന്താണ് നിങ്ങൾ കപ്പലുകളൊന്നും പണിയെടുക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത്? എൻ്റെ മനസ്സ് എവിടെയല്ല ബിയാൻ, എനിക്ക് റാഗ്നറായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷേ മുഴുവൻ സമയം അവൻ ആ പ്രീസ്റ്റിൻ്റെ കൂടെ തന്നെയാണ്. ഇത് ആത്തലിസ്റ്റിൻ്റെ ആംറിങ് ആണ്. റാഗ്നർ അവന് കൊടുത്തതാണ്. ഇതവൻ കടലിൽ എടുത്തേറുന്നത് ഞാൻ കണ്ടു. അവന് നമ്മുടെ ദൈവങ്ങളെ ഇഷ്ടമല്ല. അപ്പോൾ ബിയാൻ, എൻ്റെ അച്ഛൻ എന്താണ് ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്തത്? അദ്ദേഹം ഈ ക്രിസ്ത്യാനികളുടെ കാര്യങ്ങളിൽ എന്താണ് ഇത്രയും താല്പര്യം കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ഓടിൻ്റെ പിൻഗാമികളാണെന്ന്. ഇനി അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് ഫ്ലോക്കി? അപ്പോൾ ഫ്ലോക്കി, ബിയാൻ, നീ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ആളുകളെല്ലാവരുടെ അടുത്തും നീ പോയി പറഞ്ഞ് പരത്തിവിട് എന്ന് പറഞ്ഞിങ്ങനെ അയച്ചു വിടും. അടുത്ത ദിവസം രാവിലെ കാൽഫ് കുറേ കപ്പലുകളൊക്കെ ആയിട്ട് കാത്തകെട്ടിലേക്ക് വരും. അപ്പോൾ ഇത് കാണാൻ ലഗാത്ത ബിയാനോട്, ഒരിക്കൽ ഇതെല്ലാം എൻ്റെ കപ്പലുകളായിരുന്നു, ഇപ്പോൾ ഇതെല്ലാം കാൽഫിൻ്റെ ആയിട്ട് കാത്തകെട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ കാൽഫ് ഇങ്ങനെ വന്നതും റാഗ്നർ കാൽഫിൻ്റെ ഇങ്ങനെ സ്വാഗതം ചെയ്യും. ഇപ്പോൾ കാൽഫ്, നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിലെ ഏറ്റവും വലിയ യാത്രക്കായി നിങ്ങൾക്കൊപ്പം ചേരാനായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇദ്ദേഹമാണ് ഏൾ സിക്കി ഫ്രണ്ട് എന്ന് പറഞ്ഞ് വേറൊരു ഏളിനെയും കൂടി ഇങ്ങനെ പരിചയപ്പെടുത്തും. അദ്ദേഹവും, കിങ് റാഗ്നർ, എൻ്റെ കപ്പലുകളും സൈന്യവും ഞാൻ നിങ്ങൾക്കായി വിട്ടുതരുന്നു എന്ന് പറയും. ഇപ്പോൾ അവിടെ കിങ് ഹോറിക്കിൻ്റെ മകൻ എർലൻഡറും റാഗ്നർ ബ്ലഡ് ഈഗിൾ ചെയ്ത് കൊന്ന ആൽബോഗിൻ്റെ ഭാര്യ ടോർവിയും ഉണ്ട്. ഇപ്പോൾ റാഗ്നർ, എർലൻഡർ, ടോർവി, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ എന്നെ ജീവനോടുകൂടി ബാക്കി വെച്ചതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടാകുമെന്ന് ഞാൻ കരുതി. ചിലപ്പോൾ ഇതായിരിക്കും ആ കാരണം. ശരി, വെക്സസിലെ കുടിയേറ്റം എന്തായി? നന്നായിരിക്കുന്നു എന്ന് പറയും. ഇങ്ങനെ പറയുമ്പോൾ റാഗ്നറുടെ മുഖമൊക്കെ ഇപ്പോൾ എന്തോ പോലാവും. അതേ ദിവസം രാത്രിയിൽ തന്നെ എല്ലാവരും കൂടെ നന്നായിട്ട് കുടിച്ചിട്ട് ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലഗാത്ത് ഇങ്ങനെ കാൽഫിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ബിയാൻ വന്നിട്ട്, അവനങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ചിലപ്പോൾ ഇതായിരിക്കും വിധി. ഹേയ്, അവനങ്ങനെ ഒഴിവാക്കുമൊന്നും വേണ്ട, നമ്മളെന്തായാലും ഒരുമിച്ച് യുദ്ധം ചെയ്യാൻ പോകണമല്ലോ, നമുക്കെന്തായാലും പോയത് തിരിച്ച് പിടിക്കാനും വിധിയുണ്ട്.
എന്ന് പറഞ്ഞിട്ട് ലഗാത്ത നേരെ കാൾഫിൻ്റെ അടുത്തേക്ക് പോകും. നീ ഇവിടെ നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, ഞാനിവിടെ വന്നിരിക്കുന്നത് പാരീസ് ആക്രമിക്കണം നമ്മളെല്ലാവരും ചേർന്ന്. പല കാര്യങ്ങളിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഒന്നിച്ചേ പറ്റൂ. നമ്മൾ ഒരുമിച്ച് യുദ്ധം ചെയ്യാൻ പോകണം. ചിലപ്പോൾ നമ്മുടെ ഭാവിയും ഒരുമിച്ചായിരിക്കും. അപ്പം ലഗാത്ത, എന്ത് എൻ്റെ ഭാവി നിൻ്റെ പോവായിരിക്കുന്നു, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് പോകും. ഇപ്പം അവിടേക്ക് പൂർണ്ണ വന്നതും പൂർണ്ണിൻ്റെ അടുത്ത് പോയിട്ട് ബിയാണിങ്ങനെ പോയിട്ട് അവളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും. ഹോ, നീ കുടിച്ചിട്ടുണ്ടല്ലേ, കുറേ ആയല്ലോ, നിനക്കിപ്പോഴൊരു പെണ്ണിനെയാണ് ആവശ്യം. അതാ ടൂർവില്ലേ, അവളെ എയർലൻഡർ അങ്ങനെ വലുതായിട്ട് ശ്രദ്ധിക്കുന്നില്ല, നീ അവളുടെ അടുത്ത് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൂർണ്ണൻ പറയും. ഇപ്പം ബിയാണിന് ഇപ്പം നന്നായിട്ട് ഇങ്ങനെ സങ്കടം വരും. ഇപ്പോൾ ഹാളിലേക്ക് ആത്ലസ്റ്റൻ ഇങ്ങനെ വന്നതും അദ്ദേഹം ക്രിസ്ത്യാനി ആയിട്ടുള്ള കാര്യം അവിടെയുള്ള എല്ലാവരും അറിഞ്ഞു എന്ന് തോന്നുന്നു. ഇപ്പോൾ ആത്ലസ്റ്റൻ്റെ മുഖത്ത് തന്നെ എല്ലാവരും ഇങ്ങനെ ദേഷ്യത്തോട് കൂടി നോക്കും. ആരും ഇങ്ങനെ വഴിയൊന്നും കൊടുക്കില്ല. ഇപ്പോൾ റോളോയുടെ അടുത്ത് പോയതും റോളോ, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല പ്രീസ്റ്റ്, നിൻ്റെ ആംറിങ് എവിടെയെന്ന് ചോദിക്കും. ഇപ്പോൾ റാഗ്നർ ഇതെല്ലാം കണ്ടിട്ട് ആത്ലസ്റ്റിനെ അവരെല്ലാവരിൽ നിന്ന് സംരക്ഷിച്ച് ഉള്ളിലിങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. നിന്നെ കാണിക്കാനേ ഒരു അതിഥി ഉള്ളിൽ എനിക്കൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞിങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. ഇദ്ദേഹമാണ് സെൻഡ്രിക്. ഇദ്ദേഹമാണ് എനിക്ക് ഇംഗ്ലണ്ടിനെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞ് എന്നെ ഇംഗ്ലണ്ടിൽ എത്തിച്ചത്. ഞാൻ ഇതിനു മുൻപ് പറഞ്ഞ ആ നാടോടി ഇദ്ദേഹമാണ്. അദ്ദേഹം ഇങ്ങനെ ഫ്രാങ്കിയ ഭാഷയിൽ ഇങ്ങനെ ഫ്രാങ്സിൽ ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ആത്ലസ്റ്റൻ, നിങ്ങൾ സംസാരിക്കുന്ന ഫ്രാങ്സ് ആണോ? അതായത് ഫ്രാങ്കിയ എന്ന് പറയുന്ന രാജ്യം ഇപ്പോഴുള്ള ഫ്രാൻസ് ആണ്. അതായത് ഫ്രാങ്ക്സ് എന്ന് പറയുന്ന ഭാഷ ഇപ്പോഴുള്ള ഫ്രഞ്ചാണ്. അപ്പോൾ റാഗ്നർ മാത്രമല്ല, ഇദ്ദേഹത്തിന് സെൻ നദിയുടെ തുടക്കം എവിടെയാണെന്നും അറിയാമെന്ന് പറയും. ഇപ്പം അദ്ദേഹം പറയും, സൗത്ത് ലക്ഷ്യമാക്കി സൗത്ത് ഈസ്റ്റിലേക്ക് തന്നെ പോയാൽ സെൻ നദി ചേരുന്ന ഭാഗം കണ്ടെത്താം. പിന്നെയും സൗത്ത് ലക്ഷ്യമാക്കി സൗത്ത് ഈസ്റ്റിലേക്ക് തന്നെ പോയാൽ സെൻ നദി കടലിൽ ചേരുന്ന ഭാഗം കണ്ടെത്താം. പാരീസിലേക്കുള്ള കവാടത്തിലേക്ക് കുറേ നദികൾ ചേർന്ന് കടലെടുക്കും പാറപ്പൊറ്റുകളും ചളിക്കൂട്ടങ്ങൾ കൊണ്ട് അപകടം നിറഞ്ഞാണ്. പക്ഷെ അതുവഴി മാത്രമേ അകത്തേക്ക് പോകാൻ സാധിക്കുള്ളൂ. സ്വപ്നഭൂമിയിലേക്കുള്ള പ്രവേശന കവാടം ഇതാണ് എന്ന് പറഞ്ഞ് പറയും. എവിടെ ബിയാൻ ടോർവിയുടെ അടുത്ത് പോയിട്ട്, എനിക്ക് നിങ്ങളുടെ ഭർത്താവിനെ ഓർമ്മയുണ്ട്, അങ്ങനെ പെട്ടെന്ന് ആർക്കും അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. എൻ്റെ അച്ഛൻ്റെ ശത്രുവായിരുന്നു, എങ്കിലും അദ്ദേഹം ഒരു വലിയ മനുഷ്യൻ തന്നെയായിരുന്നു. ഇപ്പം അദ്ദേഹം വൽഹല്ലയിലായിരിക്കുമല്ലേ? അതെ, അദ്ദേഹം ദൈവങ്ങൾക്കൊപ്പമാണ്. ശരി, നിങ്ങളും പാരീസിലേക്ക് വരുന്നുണ്ട്. അതെ, ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഹോ, നിങ്ങളുടെ ധൈര്യം ഞാൻ സമ്മതിച്ചു, ഞാനും ഒരു വൈക്കിംഗ് ആണ് എന്ന് പറഞ്ഞ് ടോർവി ഇങ്ങനെ പറയും. ഇത്രയും ദിവസമായിട്ട് ആദ്യമായിട്ടാണ് ഈ കഥയിൽ വൈക്കിംഗ് തന്നെ ഇവർ പറയുന്നത്. ഇവിടെ ഫ്ലോക്കി മാത്രം ഒറ്റയ്ക്ക് ഭയങ്കര തീവ്രമായിട്ട് ഇങ്ങനെ കപ്പലുകളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കപ്പലുകളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കപ്പലിൽ നിന്ന് ചോരയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഒഴുകും. ഇങ്ങനെ ചോരയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഒഴുകുന്നത് ഫ്ലോക്കിയുടെ ഒരു സങ്കല്പമാണ്. ഇത് കണ്ടതും ഫ്ലോക്കിയുടെ തീരുമാനം എടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിച്ചലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു കൊടുക്കും. ഹിൽഗ ഇത് കണ്ടിട്ട്, ഫ്ലോക്കി നീ എന്താണ് ചെയ്യുന്നത്, നീ എവിടേക്കാണ് ഇങ്ങനെ ഓടുന്നത് എന്ന് പറഞ്ഞ് ചോദിച്ചതും, എനിക്കൊരു ബലി നടത്തണം, ഇതുപോലൊരു സൂചനയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും ദിവസമായിട്ട് കാത്തിരുന്നത്, എൻ്റെ ലക്ഷ്യം ഇപ്പോൾ എനിക്ക് വ്യക്തമാണ് എന്ന് പറഞ്ഞിട്ട് വേഗം ഇങ്ങനെ കോടാലിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കും. ഹിൽഗ അപ്പോഴും ചോദിക്കും, നീ എവിടേക്കാണ് പോകുന്നത് പറഞ്ഞു. ഞാൻ പിന്നെയും കാത്തഘട്ടിലേക്ക് പോവുകയാണ്, നീ വേറെ ആരോട് ഇത് പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാത്തഘട്ടിലേക്ക് പോവും. അതായത് ഫ്ലോക്കിയുടെ വീട് കാത്തഘട്ടിൽ നിന്ന് കുറച്ച് ദൂരം മാറിയാണ്, ഒരു വനത്തിനുള്ളിലാണ്. കുറച്ച് ദൂരം ഇങ്ങനെ തോണിയിൽ ഇങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ പോകണം. അതായത് നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ സീസണിലെ ഫസ്റ്റ് എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കണ്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ, അവിടെ ആയിട്ടാണ്. ഇവിടെ എയർലൻഡർ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ടോർവിയെ വലുതായിട്ട് വിലയൊന്നും വെക്കില്ല, വെറുതെ പേരിന് മാത്രമാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് കാണുന്ന ടോർവി ഇങ്ങനെ സങ്കടത്തിൽ ഇങ്ങനെ പോകും. അപ്പോൾ ബിയാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ബിയാൻ്റെ അടുത്ത് പോയതും ഇപ്പോൾ ബിയാനും ടോർവിയും കൂടി ഇങ്ങനെ റൊമാൻറ്റിക് ആവും. അതേ ദിവസം രാത്രിയിൽ തന്നെ ആത്ലസ്റ്റിൻ്റെ വീട്ടിൽ ആത്ലസ്റ്റിൻ ഇങ്ങനെ ജീസസ് ക്രിസ്റ്റിനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാത്തഘട്ടിലേക്ക് ഫ്ലോക്കി വരും. ഫ്ലോക്കിയുടെ കയ്യിലൊരു കോടാലിയുണ്ട്. ഫ്ലോക്കി ആരും കാണാതെയാണ് ഇങ്ങനെ കാത്തഘട്ടിലേക്ക് വരുന്നത്. അതായത് ഫ്ലോക്കി ഇപ്പോൾ ആരോ ഒരാളെ ബലി കൊടുക്കാനായിട്ട് പോവാണ്. എന്തൊരു സംഭവം നടക്കാൻ പോവാണ്. ആത്ലസ്റ്റൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ആരോ ഒരാൾ വരും. ആത്ലസ്റ്റൻ ഇങ്ങനെ നോക്കിയിട്ട് ഫ്ലോക്കി എന്ന് പറഞ്ഞതും, അതെ, അത് വേറെ ആരുമല്ല, ഫ്ലോക്കിയാണ്. ഫ്ലോക്കിയുടെ കയ്യിലെ കോടാലി ആത്ലസ്റ്റൻ കണ്ടതും, ദൈവമേ എൻ്റെ ഈ ആത്മാവിനെ സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അവസാന വാക്ക് പറഞ്ഞതും അപ്പം തന്നെ ഫ്ലോക്കി ആത്ലസ്റ്റിൻ്റെ നെറ്റിയിൽ നോക്കിയിട്ട് ഒരറ്റ വെട്ട് കോടാലിയും കൊണ്ട് അതോടുകൂടി ആത്ലസ്റ്റൻ അവിടെ തന്നെ മരിച്ചു വീഴും. അടുത്ത ദിവസം രാവിലെ റാഗ്നർ മാത്രം ഒറ്റയ്ക്ക് ആത്ലസ്റ്റിൻ്റെ മൃതദേഹം ഒറ്റയ്ക്ക് തൻ്റെ തോളിൽ ചുമന്നിട്ട് കാത്തഘട്ടിലെ മലകളുടെ മുകളിലേക്ക് ഇങ്ങനെ നടന്നു പോകും. കാണാൻ ചെറുതാണെങ്കിലും നിനക്ക് നല്ല ഭാരമുണ്ട് ആത്ലസ്റ്റൻ എന്ന് പറയും. എന്നിട്ട് റാഗ്നറിന് നല്ല ഇഷ്ടമുള്ള ആത്ലസ്റ്റിനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കുഴിച്ചിടും. കുഴിച്ചിട്ടതിന് ശേഷം ആത്ലസ്റ്റിനോട് റാഗ്നർ അവസാനമായിട്ട് ഇങ്ങനെ പറയും, രക്തസാക്ഷി എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു, ഇപ്പോഴും അതെനിക്കറിയില്ല. നീ ഒരു ധൈര്യശാലിയായിരുന്നു ആത്ലസ്റ്റൻ, ആ കാര്യത്തിൽ എനിക്ക് നിന്നോട് ദയവായിരുന്നു. നീ എന്നെ പലതും പഠിപ്പിച്ചു. നീ എന്നെ കണ്ടതൊരു ദുർബലനായിട്ടായിരുന്നു, പക്ഷേ എനിക്ക് നീ എന്തും മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുള്ള ഒരുത്തനായിട്ടായിരുന്നു. ഇങ്ങനെ സങ്കടം വന്ന് നന്നായിട്ട് കരഞ്ഞിട്ട്, നീ എന്തിനു വേണ്ടിയാണ് മരിച്ചത്, നമുക്കിനിയും സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. മരണം ജീവിതത്തേക്കാൾ നല്ലതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരിക്കൽ നമ്മളെ വിട്ടുപോയി സ്നേഹിച്ചവരെ വീണ്ടും കാണുകയെങ്കിലും ചെയ്യാലോ.
പക്ഷെ നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കാണില്ല സുഹൃത്തെ. നിൻ്റെ ദൈവം നിങ്ങളുടെ സ്വർഗത്തിലേക്ക് എന്നെ അടുപ്പിക്കുക പോലും ചെയ്യില്ല. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ എന്നെ വിട്ടുപോകുന്ന ഈ നിമിഷം എനിക്ക് വെറുപ്പാണ്. നിൻ്റെ ഈ നഷ്ടം എനിക്ക് താങ്ങാൻ കഴിയാത്തതിനും അപ്പുറമാണ്. ഭൂമിയിൽ മറ്റൊന്നിനും ഈ ഒരു നിമിഷം എന്നെ ആശ്വസിപ്പിക്കാനേ കഴിയില്ല. ഞാൻ മാറിയിരിക്കുന്നു, നീ എന്നെ തന്നെ മാറ്റിക്കളഞ്ഞു എന്ന് പറഞ്ഞ് ആത്ലിസ്റ്റിൻ്റെ മേലെ ഒരു കുരിശിങ്ങനെ വയ്ക്കും. എന്നിട്ട് റാഗ്നർ തൻ്റെ കയ്യിലുള്ള കത്തി എടുത്ത് തൻ്റെ തല ഇങ്ങനെ മുട്ടയടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മുട്ടയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ റാഗ്നറുടെ തലയിൽ കൂടെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ചോര വരും. റാഗ്നർ ആത്ലിസ്റ്റിനെ ഇത്രയും ദിവസം ഇട്ടുകൊണ്ടിരുന്ന ആ കുരിശുമാലയില്ലേ, ആ കുരിശുമാല എടുത്ത് റാഗ്നർ ഇങ്ങനെ കഴുത്തിലിടും. എന്നിട്ട് അവസാനമായിട്ട് ആത്ലിസ്റ്റിനോട് ഒരു കാര്യം പറയും, എന്നോട് ക്ഷമിക്ക് സുഹൃത്തെ, ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, ഞാൻ ഇനിമേൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞ് ആ കുരിശ് മാലയെടുത്തിട്ട് ഒരു നോട്ടം നോക്കും. അയ്യോ രോമാഞ്ചം! ഇവിടെ വെച്ച് ഈ എപ്പിസോഡും കഴിയുന്നു. അതായത് സുഹൃത്തുക്കളെ, ഇതുവരെ നമ്മൾ കണ്ടത് വെറുമൊരു തുടക്കം മാത്രമാണ്. ഇനി മുതലാണ് നമ്മൾ യഥാർത്ഥ കഥയിലേക്ക് തന്നെ കടക്കാൻ പോകുന്നത്. ഇതിനുശേഷം നിങ്ങൾക്കായി ഇനി ഒരുപാട് കാര്യങ്ങൾ കാത്തിരിക്കുകയാണ്. അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിലായിട്ട് നോക്കാം.